ഉസ്താദെ, ഒരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാ വിളിക്കാം, അല്ലെങ്കിൽ നമ്മളെ സാഹചര്യം അനുസരിച്ചല്ലേ. ഓക്കെ. ഞാൻ നേരത്തെ കേരള മലബാർ ക്ലാസ് റൂം എന്ന ഒരു ഇതില് കയറിയിരുന്നു. അപ്പൊ അവിടെ ഈ സിഹിർ ബാധ, അതുപോലെ കണ്ണേറ് ബാധ, ഇതുപോലെയൊക്കെ ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മോചനം നേടാന് മറ്റേ ഹദ്ദാദ്, അതുപോലെ ഹദ്ദാദ് റാത്തീബ് നമ്മൾ പങ്കെടുക്കുകയും അതില് സജീവമായിട്ട് നടത്തുകയൊക്കെ ചെയ്താല് ഈ കണ്ണേറ് അതുപോലെ തന്നെ സിഹിർ ഒന്നും ബാധിക്കില്ല എന്ന് പറയുകയുണ്ടായി. അതിന് എന്താ ഇസ്ലാമിക ഇതില്, അല്ലെങ്കിൽ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ അടിസ്ഥാനത്തിൽ വല്ല തെളിവോ രേഖയോ എന്തെങ്കിലും ഉള്ളതായിട്ട് ഒന്നുണ്ടെങ്കിൽ ഉസ്താദ് വിവരിച്ചു തരണം. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അതുപോലെ ഈ കണ്ണേർ സിഹിർ ഒക്കെ വലിയ ചർച്ചയായിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഇത് നമുക്ക് ബാധിക്കുമോ? അതും കൂടി ഒന്ന് ഉസ്താദ് പയ്യോടി ഉസ്താദ് പറഞ്ഞത് വലിയ ഉപകാരമായി. എന്റെ പേര് നാസറാണ്, പാലക്കാടാണ് സ്ഥലം. ശരി എന്നാ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അത് 100% അഹ്ലുസുന്ന വൽ ജമാഅ എന്നല്ല, പരിശുദ്ധമായ ഹദീസ് കൊണ്ട് സ്ഥാപിക്കപ്പെടുന്ന വിഷയമാണ്. കാരണം ഹദ്ദാദിൽ ഒരു ദിക്റാണ്, അതും ഹദീസിൽ വാരിദായി വന്ന ദിക്റാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. കണ്ടില്ലേ? ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതൊന്നും ഏൽക്കൂല. ഒരു പാമ്പ് കടിയേൽക്കൂല, സിഹിറേൽക്കൂല, കണ്ണേൽക്കൂല, ഹസദേൽക്കൂല, ഒന്നും ഏൽക്കൂല. ഇത് ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഹദ്ദാദ് പതിവാക്കുന്നവന് ഈ ദിക്ർ അതിൽ ഉള്ളിടത്തോളം കാലം ഒന്നും ഏൽക്കൂല എന്നത് സഹീഹായ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വിഷയം മനസ്സിലായോ? ആ വിഷയം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനിപ്പോ പറഞ്ഞ ആ വിഷയം മനസ്സിലായോ? ഓക്കെ, മൈക്ക് എടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. എന്തായാലും അത് അദ്ദേഹം അതില് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഇപ്പത്തെ കഴിവില് ഞാനത് അംഗീകരിക്കണം. അതാണല്ലോ നമുക്കൊരു വിശ്വാസിയെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. പക്ഷെ അത് ഞാൻ ഒന്നും കൂടി ഉറപ്പുവരുത്തും എന്നുള്ളത് എന്റെ എപ്പോഴുള്ള എന്റെ വ്യക്തിപരമായ ഒരു ഇതാണ്. പക്ഷെ എന്നാലും ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു ശരിയായ ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ അത് ഉദ്ധരിക്കുന്നത് ഇപ്പോ സിഹർ ഇപ്പൊ നാട്ടിലൊക്കെ സാധാരണ രീതിയിൽ പല കുടുംബങ്ങളിലും ഇങ്ങനെ ഈ സിഹർ ചെയ്ത് എന്നും അതുപോലെ മാരണം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അവരെ ബോധവൽക്കരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം എന്താന്ന് പറഞ്ഞാല് സാധാരണ അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് തന്നെ സംശയമാണ്. ആരെങ്കിലും ജ്യോത്സ്യന്മാരെ പോയി സമീപിക്കുക, അവര് സിഹിർ ചെയ്താണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെ നമ്മൾ ജ്യോത്സ്യന്മാരെ പോകാൻ പാടില്ല, അത് വേറെ കാര്യം. അങ്ങനെ സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുടുംബങ്ങളിൽ പരസ്പര കലഹവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതില് എന്താ അങ്ങനെ വസ്തുത വല്ലതും ഉണ്ടോ? അത് കാരണം ഉസ്താദ് അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞാല് ഒരു കേൾക്കുന്ന ആളുകൾക്കും അതുപോലെ മറ്റുള്ള ക്ലാസ്സിലുള്ള ആളുകൾക്കും അതിനെക്കുറിച്ചൊന്നും അറിയല്ലോ. കാരണം ഇത് വലിയധികം ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ചോദിച്ചു. അതിന്റെ ഒന്ന് അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യം, അതായത് ഈ സിഹിർ നമുക്ക് ബാധിക്കുമോ ആരെങ്കിലും ചെയ്താൽ? അതാണ് ഏറ്റവും വലിയൊരു കാതലായ ചോദ്യം. പിന്നെ അതുപോലെ ഈ പല കുടുംബങ്ങളിലും വലിയ ചിത്രതയും പ്രശ്നവും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ സിഹിർ ചെയ്തതിന്റെ ഫലമാണോ? പല ആളുകളും വലിയ പ്രശ്നത്തിലാണ്. ഉസ്താദ് അതും കൂടി പറഞ്ഞ മറ്റുള്ളവർക്കും ഒരു പ്രയോജനമാവും. അപ്പോ എന്റെയും ഒരു സംശയം മാറ്റിക്കിട്ടും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ അടിച്ചു കണ്ടില്ലേ, വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹർ. മനസ്സിലായില്ലേ? യുഅല്ലിമൂന അന്നാസ അസ്സിഹർ. ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ കാണാവുന്നതാണ്. സിഹർ ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് ഏതായാലും നീണ്ടൊരു ചർച്ചയിലേക്ക് ഞാൻ പോണില്ല. സിഹിർ മനുഷ്യന് ബാധിക്കുമോ? പിന്നെന്താ, സിഹിർ ബാധിക്കും. സിഹിർ ബാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്,
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇമാം ബുഖാരി, മുസ്ലിം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സഹീഹന്റെ ഉന്നതിയിലുള്ള ഹദീസാണ്. 7 വൻദോഷങ്ങൾ നിങ്ങൾ വെടിയണം. അതിൽ ഒന്ന് സിഹറാണ്. അല്ലേ? നാസറുദ്ദീൻ അങ്ങനല്ലേ? നാസറുദ്ദീൻ അതറിയില്ലേ? അതങ്ങനല്ലേ? അതിലൊന്ന് സിഹറാണ്. വായിട്ടല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്ന് പ്രതികരിക്കണം എന്നോട്. ഞാൻ പറയുന്ന വിഷയം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ. ഇതാണ് എന്തിനാണ് ഇത് വൻദോഷായത് സിഹർ? ഇത് മനുഷ്യനിൽ ഒരു കുഴപ്പം ഉണ്ടാക്കാൻ ഇതിന് കഴിയൂല്ലെങ്കിൽ പിന്നെ ഇതെന്തിനാ ഒരു വൻദോഷായത്? അല്ല ഇതൊരു വൻദോഷാക്കിയതിന്റെ കാരണം എന്താ? അഖലൻ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇത് വൻദോഷത്തിന്റെ കൂട്ടത്തിലാണ് അള്ളാഹു എണ്ണിയിട്ടുള്ളത്. ഹറാമാണോന്നോ? വൻ ദോഷാണത്. വൻ ദോഷം, വലിയ പെരുഞ്ചാതി ദോഷത്തിൽപ്പെട്ട ഒന്ന്. സാധാരണ ഹറാമെന്നല്ലത്, പെരുഞ്ചാതി ദോഷം. അതിന്റെ കാരണം എന്താ? അത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത് ഹറാം എന്നല്ല സബഉൽ മൂബിഖാത്തിൽപ്പെട്ടത്. മാത്രമല്ല ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ബാധിച്ചതായി സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുന്നുണ്ട്. സിഹർ ബാധ ആർക്കേറ്റിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിഹർ മനുഷ്യന് ബാധിക്കും. ഇത് പരിശുദ്ധമായ ഖുർആനും ഹദീസും സ്ഥിരപ്പെടുത്തുന്ന വിഷയമാണ്. ഇത് ഹാറൂത്ത് മാറൂത്ത്, ഹാറൂത്ത വമാറൂത്ത വമാ യുഅല്ലിമാൻ മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തും വലാ തക്ഫുർ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അണ്ടാ ഖുർആൻ പറഞ്ഞതാണ് ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ജനങ്ങൾക്ക് ഇടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന, ഭിന്നതയുണ്ടാക്കുന്ന സിഹർ ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് ജനങ്ങൾ പഠിക്കുന്നുണ്ട്. അവരത് പഠിപ്പിച്ചു കൊടുക്കൂല. എത്രത്തോളം? അവർ പറയും ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ ഫിത്നക്കാരാണ്, നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ അവർ പറഞ്ഞു നോക്കും. എന്നാലും ജനങ്ങൾ ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് അത് പഠിക്കുന്നുണ്ട്, സിഹർ പഠിക്കുന്നുണ്ട്. എങ്ങനത്തെ? ജനങ്ങൾക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാൻ പര്യാപ്തമായ സിഹർ ജനങ്ങൾ പഠിക്കുന്നു. ഇത് പരിശുദ്ധമായ ഖുർആൻ വളരെ മോശമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് വളരെ മോശമായിട്ടുകൊണ്ടാണ് ഞാൻ ചിത്രീകരിച്ചിട്ടുള്ളത് സൂറത്തുൽ ബഖറയിൽ. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാൻ സിഹറിന് കഴിയും, വിഷമങ്ങൾ ഉണ്ടാക്കാൻ സിഹറിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇത് സബ്ഉൽ മൂബിഖാത്ത് അൽ മുഹരിഖാത്ത്, നന്മകളെ നശിപ്പിച്ച് കളയുന്ന വളരെ അങ്ങേയറ്റത്തെ വൻദോഷങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞിട്ടുള്ളതും. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ദെൻ എനിത്തിങ് മോർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദ് അതിന് ഒരു മറുപടി നല്ല രീതിയിലാണ് തന്നത്. കാരണം എന്താന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതുപോലെ പ്രാമാണികമായ ഒരു ഹദീസ്, അതായത് 7 വൻപാവങ്ങൾ എന്നതിൽ ഏറ്റവും വലിയ വൻപാവങ്ങളിൽ ശിർക്ക് ബില്ല എന്നുള്ള ഒരിതും. അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് കേൾക്കുന്നുണ്ട് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. എനിക്കിത് ഇവിടെ DC ആയോ എന്നൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് എസ് അടിക്കോ പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അതായത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനില് 25-ാം അധ്യായത്തില് സൂറത്ത് ഫുർഖാനില് വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഊറ എന്ന ഒരു ആയത്തുണ്ടല്ലോ. അതായത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചു. അതായത് സിഹർ ബാധിച്ച ഒരു വ്യക്തിയാണ്. അതായത് ആരാണ്? വക്കാല ലാലി. അറിയുന്ന അർത്ഥം അറിയല്ലോ. അതായത് ഈ ഏറ്റവും അക്രമികരെ വക്കാല ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഊറ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞാൽ അക്രമികളായ ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ പിൻപറ്റുന്നത് ഏതൊരാളെയാണ്? അതായത് ഒരു സിഹർ ബാധിച്ച ആളെയാണ് എന്ന് അവരെ ആക്ഷേപിച്ചു. യഥാർത്ഥത്തിൽ അവരെ ആരോപണം, വിശുദ്ധ ഖുർആൻ അവരെ വളരെ കഠിനമായ രീതിയിലാണ് നബി തിരുമേനിക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ആളുകളെ വക്കാല ലാലിമൂന, അതായത് വളരെ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമകാരികൾ, ഏറ്റവും വലിയ അക്രമം പ്രവർത്തിച്ച ആളുകളായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നസറുദ്ദീൻ, എനിക്ക് വിഷയം മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ ഡോട്ടിട്ടത്. ക്ഷമിക്കണം, ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ, അതുകൊണ്ടാണ്. വിഷയം എനിക്ക് മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പറയാം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇത് കുറച്ച് ആളുകള് തുടങ്ങിയ പരിപാടിയാണിത്. അള്ളാന്റെ റസൂലിന് സെഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിക്കുന്നു. കേൾക്കണങ്ങള്. അപ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് പറയാ, ഖുർആനിനെതിരെ ബുഖാരി അല്ല, ബുഖാരിന്റെ ഉപ്പൂപ്പ പറഞ്ഞാലും ശരി ഞങ്ങൾ സ്വീകരിക്കൂല. എന്താ ഖുർആനിലുള്ളത്? ഖുർആനിലുള്ളതിനെതിരെ ബുഖാരിയിലുണ്ട് എന്നാണ് അവരുടെ വാദം. അപ്പൊ ഖുർആനിലുള്ളതാണ് ഇനി നമുക്ക് കേൾക്കേണ്ടത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടോളൂ. അതിനാണ് നാസറുദ്ദീൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതും. ഇത് യഖൂലുൽ ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. സൂറത്തുൽ ഇസ്രാഇന്റെ 101-ാമത്തെ സൂക്തം സൂറത്തുൽ ഫുർഖാനിന്റെ 8-ാമത്തെ സൂക്തവും തത്തുല്യമായി. 2 സൂക്തങ്ങളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇത് അപ്പോൾ യഖൂലുൽ ളാലിമൂന, ളാലിമീങ്ങളായ ആളുകള്, അക്രമകാരികളായ ആളുകള് പറഞ്ഞു. എന്ത്? ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. സിഹർ ബാധിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? അവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. ഒരു സിഹർ ബാധിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയാണ്, അഥവാ മുഹമ്മദിനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞു. ആര്? അക്രമകാരികളായ ആളുകൾ പറഞ്ഞു. അപ്പോ അവരാ പറഞ്ഞത് കൊണ്ട് അവർ അക്രമകാരികളായി മാറിയിട്ടുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, അവരെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞവര് അക്രമകാരികളാണെന്നാണ് ഖുർആന്റെ കാഴ്ചപ്പാട് എന്നാണ് ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത്. ഓക്കെ, ഇതല്ലേ നിങ്ങളുടെ വിഷയം? നസറുദ്ദീൻ, ഇതല്ലേ നിങ്ങളുടെ വിഷയം? അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? എന്താണ് ഇതിന്റെ വിശദീകരണം? ഗുഡ്, എന്നാ കേട്ടോളൂ. സൂറത്തുൽ ഇസ്രാഇന്റെ 101-ാം സൂക്തം, സൂറത്തുൽ ഫുർഖാന്റെ 8-ാം സൂക്തം, ഇത് രണ്ടും ശരിക്കും ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഉത്തരം, ഇത് രണ്ടും മക്കിയ്യ, മക്കത്ത് ഇറങ്ങിയ ആയത്തുകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖബലൽ ഹിജ്റ, ഹിജ്റയുടെ മുമ്പ് മക്കയിൽ അവതരിച്ച ആയത്താണിത്. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? സിഹർ ബാധിക്കുന്നതിന് മുമ്പ് ഇല്ലാത്ത ഒരു ആരോപണം അവർ പറഞ്ഞുണ്ടാക്കിയതാണ്. മക്കയിൽ ഇറങ്ങിയ ആയത്താണ് ഇത് രണ്ടും. സൂറത്തുൽ ഇസ്രാഇന്റെ 101-ഉം സൂറത്തുൽ ഫുർഖാന്റെ 8-ഉം എവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത്? മക്കയിൽ അവതരിച്ച ആയത്തുകളാണ്. സോ അത് രണ്ടും മദനിയ അല്ല, മദീനയിലാണ് റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചിട്ടുള്ളത്. വിഷയം മനസ്സിലായോ? ഉത്തരം, 1-ാം നമ്പർ ഉത്തരം മനസ്സിലായോ? ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സിഹർ ബാധിതനായിരുന്നില്ല, അവര് കെട്ടിച്ചമച്ച് പറഞ്ഞതായിരുന്നു അത്. മനസ്സിലായോ? 1-ാമത്തെ ഉത്തരം മനസ്സിലായോ? 2-ാമത്തെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഇതിനേക്കാളും പെർഫെക്റ്റായ മറ്റുത്തരങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ഇത് ഒരാൾക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ പറ്റിയ ഉത്തരമായതുകൊണ്ടാണ് സിമ്പിളായിട്ട് വേഗം ഏതൊരു സാധാരണക്കാരനും ഇത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക്. എന്ത് ചങ്ങായി, ആ ഓതിര ആയത്ത് രണ്ടും മക്കത്തിറങ്ങിയതാ. റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച ആ കൊല്ലങ്ങൾക്ക് ശേഷം മദീനത്താണ്. അതുകൊണ്ട് ഇത് ഇറങ്ങുന്ന സമയത്ത്, ഇവരിത് പറയുന്ന സമയത്തൊന്നും റസൂലുള്ളാഹി സിഹർ ബാധിച്ചിട്ടില്ലായിരുന്നോ? അവരാ പറഞ്ഞത് നുണയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഒന്ന് ദെൻ ഈ വിഷയം മനസ്സിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി വിഷയം തുടരുകയാണ്. നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ വിഷയം മനസ്സിലായോ? ഇത് രണ്ടും മക്കയിൽ ഇറങ്ങിയ ആയത്താണ്. നബിക്ക് സിഹർ ബാധിച്ചത് കൊല്ലങ്ങൾക്ക് ശേഷം മദീനത്താണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന സമയത്ത് അവർക്ക് എന്തില്ല? റസൂലുള്ളാഹി സിഹർ ബാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞത് കളവാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത് അക്രമവും ആണ്. ഇപ്പറഞ്ഞത് തിരിഞ്ഞോൻ നാസറുദ്ദീൻ കേട്ടില്ല? ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയില്ല? കേട്ടില്ല?
ഇനി അടുത്തയിലേക്ക് ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഈ പറഞ്ഞത് മനസ്സിലായി എങ്കിലേ അടുത്തയിലേക്ക് പോകുന്നതിൽ അർത്ഥമുള്ളൂ. ഒരു ഉത്തരാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തയിലേക്ക് ഞാൻ വരാം. ഇല്ല പറയാം. അങ്ങനെ അടിക്കണം, പ്രതികരിക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പ്രതികരിക്കണം. നബിക്ക് സിഹർ ബാധിച്ചത് എവിടെ വെച്ചാണ് സുഹൃത്തുക്കളെ? എവിടെ വെച്ചാണ്? ഒന്ന് അടിച്ചാട്ടെ എല്ലാവരും. നബിക്ക് സിഹർ ബാധിച്ചത് എവിടെ വെച്ചാണ്? ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് നബിക്ക് സിഹർ ബാധിച്ചത് മദീനയിലാണ്. അഥവാ നബി ഹിജ്റ പോയതിനു ശേഷം മദീനയിലാണ് നബിക്ക് സിഹർ ബാധിച്ചത്. സിഹർ ബാധിക്കുന്നതിന് മുമ്പ് മക്കയിലാണ് എന്തിറങ്ങിയിട്ടുള്ളത്? ഈ 2 ആയത്തും ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 സൂറത്തുൽ ഫുർഖാനിന്റെ 101-ാമത്തെ ആയത്താണെങ്കിലും സൂറത്തുൽ ഫുർഖാനിന്റെ 8-ാമത്തെ ആയത്താണെങ്കിലും അത് 2 മക്കത്ത് ഇറങ്ങിയ ആയത്തുകളാണ്. മദീനയിലാണ് നബിക്ക് സിഹർ ബാധിച്ചതും. അതുകൊണ്ട് സിഹർ ബാധിക്കുന്നതിന് മുമ്പ് മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞതാണ് നബി മസ്ഹൂറാണ്, അത് കളവാണ്. ആ കളവ് പ്രചരിപ്പിക്കലോടുകൂടെ അവർ അക്രമകാരികളായി തീർന്നു എന്നാണ് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. 1-ാമത്തെ ഉത്തരം ഇതാണ്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? നാസറുദ്ദീൻ ഇപ്പറഞ്ഞത് മനസ്സിലായോ? അവരാ പറഞ്ഞത് കളവാണ് റസൂലുള്ളാന്റെ മേലിൽ. റസൂലുള്ളാഹ് അന്ന് സിഹർ ബാധിച്ചിട്ടില്ല. ബാധിക്കാത്ത റസൂലുള്ളാഹിനെ കുറിച്ച് അവർ സിഹർ ബാധിക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞത് പച്ച നുണയാണ്. അതുകൊണ്ട് അവർ അക്രമമാണ്, നുണ പ്രചരിപ്പിക്കലിലൂടെ ചെയ്തിട്ടുള്ളത് എന്നാണ് ആ പറഞ്ഞതിന്റെ ഒരു ജവാബ്. ഇനി അടുത്തയിലേക്ക് ഞാൻ വരണമെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ അടുത്തയിലേക്ക് പോകുന്നതിൽ അർത്ഥമുള്ളൂ. അടുത്തയിലേക്ക് ഞാൻ വരാം, 2-ാമത്തെ ഉത്തരത്തിലേക്ക്. അത് നാസറുദ്ദീന് മനസ്സിലായിട്ടില്ല. നാസറുദ്ദീൻ സാഹിബ്, അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ ഞാൻ ആ പറഞ്ഞത്? ഇല്ല എങ്കിൽ എന്താണ് മനസ്സിലാവാത്തത് എന്ന് മൈക്കിലേക്ക് വന്ന് പറഞ്ഞോളൂ. അടുത്തത് വരാം. പക്ഷെ ഈ പറഞ്ഞത് മനസ്സിലായാലാണ് അടുത്തതിലേക്ക് പോകുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞത് ഓരോന്ന് തീർത്തിട്ട് അടുത്തതിലേക്ക് പോകണം. അതല്ല അതിന്റെ ഭംഗി. പക്ഷെ നാസറുദ്ദീൻ സാഹിബ് അവിടെ പ്രതികരിക്കുന്നത് കാണുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. നാസറുദ്ദീൻ സാഹിബിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലാന്നടിച്ചോളൂ. നാസറുദ്ദീൻ സാഹിബിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലാന്നടിച്ചോളൂ. അദ്ദേഹം ഒന്നും പ്രതികരിക്കുന്നത് കാണുന്നില്ലല്ലോ. എന്തു പറ്റി? DC ആയോ? അദ്ദേഹം DC ആയോ? ഇല്ല, അദ്ദേഹത്തിന്റെ ID ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ID ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇല്ല എന്ന് തന്നെ പറഞ്ഞോളൂ. നിങ്ങൾ എന്റെ ബുദ്ധിമുട്ട് പരിഗണിക്കേണ്ടതില്ല. വിഷയം മനസ്സിലാവാഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറഞ്ഞോളൂ. ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് എങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയാതിരിക്കണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമുക്കൊരു വിഷയം മനസ്സിലാക്കലാണ് വേണ്ടത്. ഞാനിപ്പോ ഒന്നാമത് പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ചിലപ്പോ മനുഷ്യനല്ലേ, ലജ്ജ ഉണ്ടാവും. ഇനിയും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് എങ്ങനെയാ പറയാ? എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ എന്താണ് ഞാൻ ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ പയ്യോളി ഇനിയും പറയുമ്പോൾ ബുദ്ധിമുട്ടാകുമല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ വേണ്ട, ഞാൻ പറഞ്ഞു, ആരും ദയവേത് പബ്ലിക്കിൽ ഒരാളെയും മോശാക്കരുത്. മോശാക്കരുത്. ചിലപ്പോ നല്ല മനുഷ്യനാവും, ആ മാനസികമായ ആ അവസ്ഥ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം. ഇനി മനസ്സിലാവാത്ത ആളുകൾ ശരിക്കൊന്ന് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പ്രതികരിച്ചോളൂ കേട്ടോ. നബി തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുള്ളത് മദീനയിൽ വെച്ചാണ്. ഈ ആയത്ത് ഇത് യഖൂലുൽ ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന ആയത്ത് അവതരിച്ചിട്ടുള്ളത് മക്കയിലാണ് താനും. അഥവാ ഖബുലൽ ഹിജ്റ, ഹിജ്റയുടെ മുമ്പ്
മക്കയിൽ അവതരിച്ച ആയത്താണ്. അതിന് കാലങ്ങൾക്ക് ശേഷമാണ് റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പറഞ്ഞു നബിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കളവാണ്. ആ കളവ് നബിയുടെ മേലിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ അക്രമമാണ് ചെയ്തിട്ടുള്ളത്. അവർ വലിയ അക്രമികൾ തന്നെയാണ്. ഇതാണ് ആ പറഞ്ഞതിന്റെ മാന എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയം മനസ്സിലായോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക്? ഇനി മറ്റുള്ള സുഹൃത്തുക്കൾക്ക് മനസ്സിലായോ? മറ്റുള്ള സുഹൃത്തുക്കൾക്ക് മനസ്സിലായോ? അത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് അടിച്ചോളൂ കേട്ടോ. കാരണം എനിക്കൊരാൾ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു വിഷമം പോലെ. എന്തായാലും ഞാൻ ഇതിന്റെ ബാക്കി തുടരണ്ടല്ലോ. കാരണം അദ്ദേഹം എന്തായാലും പ്രതികരിക്കുന്നില്ല. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. പിന്നെ അതിന്റെ ബാക്കി തുടരാൻ സ്വാഭാവികമായിട്ട് എനിക്കൊന്നും മാനസികമായിട്ട് താല്പര്യം കാണുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന് ഓക്കെ, ഞാൻ എന്നാ ഈ വിഷയം നമുക്ക് ഇവിടെ വിടാം. പക്ഷെ എനിക്ക് മാനസികമായിട്ടൊരു വലിയ വിഷമം ഉണ്ടായിട്ടോ. കാരണം അദ്ദേഹം പ്രതികരിക്കാതെ പോയി. കാരണം ഞാൻ വല്ലാത്ത ഒരു അവസ്ഥയിൽ ഞാൻ ആ വിഷയം അവതരിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടും അദ്ദേഹം അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചില്ല എന്ന് കണ്ടപ്പോഴേ, അല്ല നിങ്ങൾ പ്രതികരിക്കണ്ട, നിന്നോട് ഭീഷ്മി പറയാ, ഞാൻ പ്രതികരിക്കാം, നിങ്ങൾ പ്രതികരിക്കണ്ട, നിങ്ങളെ പ്രതികരണം എനിക്ക് വേണ്ട വിധാനം മനസ്സിലായതാ. ഞാൻ ആ വിഷയം വിടാം. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അടുത്ത ചോദ്യകർത്താവിന് മൈക്കിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും.